ഇതൊക്കെ ബസ് കിട്ടിയിട്ടുണ്ടാവുന്നാവല്ലേ? ആർക്കറിയാം, നമുക്ക് തന്നെ എന്തൊരു കഷ്ടപ്പാടില്ല ബസ് കിട്ടിയത്. ഓൾക്ക് കിട്ടാൻ ചാൻസ് കുറവാ. ശരിയാ. ഇപ്പൊ ആ ബസ്സിൽ ഫുൾ ചാർജ് കൊടുക്കാനായിട്ട് അയാൾ ഞങ്ങളെ കുറെ ചീത്തറിഞ്ഞു. ഇന്ന് ഞായറാഴ്ച അല്ലേ, എനിക്ക് വിരുന്ന് പോവാനല്ലേ എന്നൊക്കെ പറഞ്ഞുകാട് ഞങ്ങൾ ആകെ നാണം കെട്ടി. ഇപ്പം എൻ്റെ മക്കൾക്ക് ഇപ്പം അടുത്ത ആഴ്ച എവിടുന്നേലും പൈസ ഒപ്പിച്ച് തരണ്ട് ബസ്സിനിട്ടാ. നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ പോയി ചായ കുടിച്ചോളി. എന്താ ഈ കുട്ടിയോട് പറയണ്ടേ? അതൊന്നുമില്ല, ഈ കുട്ടികൾ ഞായറാഴ്ച അവർക്ക് ക്ലാസ് ഉണ്ടേ. ബസ്സിൽ തൊള്ളി തോന്നിയത് പറഞ്ഞിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കുകയാണ്. എന്നിട്ട് അടുത്ത ആഴ്ച ഇപ്പോൾ എവിടുന്നേലും പൈസ ഒപ്പിച്ച് കൊടുക്കണം. അല്ലാതെ കുട്ടികൾ ഇപ്പോൾ ബസ്സിൽ നിന്ന് എന്നും ചീത്ത കേട്ടാൽ ഇടങ്ങാറല്ലേ? അതിനെ വജ്ജ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ കുട്ടികളെ വിളിച്ചാണ് മാസം നമ്പർ ഇങ്ങോട്ട് വാങ്ങി കാട്ടി. പിന്നോ ബാനോ ഇടിയേ ഇവിടെ വരി, ആ മാസം നമ്പർ ഒന്നും ഇട്ട് കൊടുത്താണേ. ആ നമ്പർ ഒന്ന് പറഞ്ഞാണേ. 98 47 63 12 25. ദിവാകര മാഷല്ലേ? ഒന്നും കാണണല്ലോ. ഞാൻ മൻസൂർ എന്ന് പറയും, ഇവിടെ കരിക്കപ്പാറുള്ളതാ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. മാഷാ, ഞാനാണ് ഇന്നലെ വിളിച്ചത്. ഇന്നലെ ഞാൻ ഇവിടെ വന്നുകൊണ്ട് കുറേ കാത്തുനിന്ന് കാണാതായപ്പോൾ ഞാൻ തിരിച്ചുപോയി. സോറി കേട്ടോ, എനിക്ക് ഇന്നലെ ഓഫീസിൽ ഇമീഡിയറ്റ്ലി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ഞാൻ പെട്ടെന്ന് പോയത്. അല്ല, നിങ്ങൾ ഇന്നലെ എന്തേ വിളിച്ച കാര്യം എന്തായിരുന്നു? ഞാൻ ഇന്നലെ മായങ്കാക്കാൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞാണ്ട് കണ്ടു വരുന്നത്. ഇന്നലെ ഞായറാഴ്ചയാണല്ലോ, കൺസ്ട്രക്ഷൻ്റെ പേരിൽ ബസ്സുകാർ കണ്ടമാനം ബുദ്ധിമുട്ടിച്ചിരുന്ന ആ കുട്ടികളെ. അത് മാത്രമല്ല, കുട്ടികളോട് മോശകരമായി പെരുമാറേണ്ട ചൈൽഡ് അബ്യൂസ്മെൻറ്റും കൂടിയാണ്. അവധി ദിവസങ്ങളാണെങ്കിലും കുട്ടികൾക്ക് കൺസ്ട്രക്ഷൻ കൊടുക്കണമല്ലോ, അങ്ങനെയാണല്ലോ നിയമം. കുട്ടികൾക്ക് കൊടുക്കേണ്ട കൺസ്ട്രക്ഷൻ കൂടി പരിഗണിച്ചാണല്ലോ ബസ്സിന് പെർമിറ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവണം. ഞങ്ങൾ നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സീന് മാറും. നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാവും. RTOയിലും പോലീസിലൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കരഞ്ഞോണ്ട് വീട്ടിൽ പോവാതെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കുട്ടികളെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.